ഹായ് ഹലോ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും രാവിലെ മുതൽ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഈവനിങ് ആയപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ദൂരെ എങ്ങും പോകണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ അടിപൊളി മനോഹരമായ സ്ഥലമുള്ളൂ. അപ്പോൾ നമ്മളെന്തിനാ ദൂരെയൊക്കെ പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചടുത്തായിട്ട് തന്നെയുള്ള നെടുങ്ങാട് എന്നൊരു സ്ഥലത്താണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്പോട്ടാണ് കേട്ടോ. നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. കറക്റ്റ് നല്ല നമ്മൾ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് സേവ് ദ ഡേറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങോട്ടൊന്നും അങ്ങനെ വരാറേയില്ല കേട്ടോ. അപ്പോൾ നല്ല ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷവും നമുക്കിങ്ങനെ വെറുതെ വന്നിരുന്ന് ഈവനിങ്ങൊക്കെ സൊറ പറഞ്ഞിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ പ്ലേസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വൈപ്പിൻ്റെ കുറേ ഭാഗങ്ങളിൽ ഇങ്ങനത്തെ തന്നെ ഏരിയകളാണ് കേട്ടോ. ഇത് നമ്മൾ കിഴക്കുവശത്താണ്. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തായിട്ടും ഇതുപോലുള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ നേരെ വന്നത് ഇവിടെ പണ്ടത്തെ ഒരു ബിൽഡിങ്, അധിക വർഷം പഴക്കമൊന്നുമില്ല, എന്നാൽ കുറച്ച് പഴക്കമുള്ള ഒരു ബിൽഡിങ് ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിൽ അങ്ങ് നേരെ കയറി പോകുമ്പോൾ ഒരു ചായക്കടയുടെ ഒരു പഴയ ഒരു അവശിഷ്ടം എന്നൊക്കെ പറയാം. ഇപ്പോൾ ആ ചായക്കട അവിടെ ഇല്ല. അപ്പോൾ ചായക്കടയുടെ കുറച്ച് ഓർമ്മകളൊക്കെ ഇങ്ങനെ അവശേഷിപ്പിക്കുന്ന ഒരു ബിൽഡിങ് ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള പഴയ ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ പൊളിക്കാതെ വെക്കുമ്പോഴാണ് ചില സ്ഥലങ്ങളൊക്കെ ഒരുപാട് മനോഹരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് പണ്ടത്തെ മോഡലൊരു ചായക്കടയാണ്. കായലിൻ്റെ സൈഡിൽ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിന് വേണ്ടി കുറച്ച് പേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ആ എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് നിന്നും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കണേണ്. അപ്പോൾ അതാ നമ്മുടെ ചായ പിടിച്ചുകൊണ്ട് ഒരു ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഒപ്പം ഒരു സെൽഫി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചേട്ടൻ്റെ ഒപ്പം ചായ ഗ്ലാസും പിടിച്ച് കുറച്ച് സെൽഫിയൊക്കെ അങ്ങോട്ട് പാസ്സാക്കി കിട്ടാം. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ബിൽഡിങ്. ഇങ്ങനെ എന്താ പറയുക, എന്തോ ഒരു പഴമയുടെ എന്തൊക്കെയോ കഥകൾ പറയാനുള്ളത് പോലെ എന്തോ ഒരു ഫീൽ ഇട്ട് ഇവിടെ വന്നപ്പോഴേക്കും. അങ്ങനെ ഞങ്ങൾ നേരെ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോയി നോക്കിയിട്ടാ. ബാക്ക് സൈഡിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ കുറച്ച് 2 ചേട്ടന്മാരിരുന്ന് ചൂണ്ടിടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്പോട്ട് നമ്മൾ ഞാറക്കലൊക്കെ കഴിഞ്ഞ് കൊടുങ്ങാശ്ശേരിയിൽ നിന്ന് നേരെ കിഴക്കോട്ട് വന്ന് ഏറ്റവും അറ്റത്ത് ബോട്ട് ചുറ്റുള്ള ഭാഗം വരുമ്പോഴാണ് കേട്ടോ ഒരു അടിപൊളി സ്പോട്ട് എത്തണത്. അപ്പോൾ അതേ നമ്മുടെ ചേട്ടന്മാർ ഇവിടെ നിന്ന് ചൂണ്ടിടുന്നുണ്ട്. അത്യാവശ്യം മീനൊക്കെ കിട്ടുമെന്ന് തോന്നണ്. അങ്ങനെ ഇതാ ഞണ്ടിൻ്റെ കുഴികളാണ് ഇത്. ഈ ഒരു പോതിൽ ഞണ്ടുകൾ ഇങ്ങനെ ഒരുപാട് ഉണ്ടാവും കേട്ടോ. നമ്മൾ ബീച്ച് സൈഡിലൊക്കെ പോകുമ്പോൾ കാണാറില്ലേ, അതുപോലെ. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ സൺഡേ അടിപൊളിയായിട്ട് പോയിട്ട് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇവിടെ എത്തിയത്. ഇടക്കിടക്ക് നമ്മൾ നെടുങ്ങാട് പോണ കാര്യം പറയാറെങ്കിൽ അതങ്ങനെ വിട്ടു പോകാനാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇന്ന് കൈയോടെ ഞങ്ങളിതാ വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ സി യു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റാ സി യു. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം.